ഗാസയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രയേൽ സേനയ്ക്ക് നേരെ ആക്രമണം നടത്താൻ ഹമാസ് പദ്ധതിയിട്ടതായി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപിന്റെ സമാധാന പദ്ധതി നിലനിൽക്കെ തന്നെ IDF പ്രദേശത്തുടനീളം തന്നെ ആക്രമണം നടത്തുകയും ഗാസ മുനമ്പിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ വിമാനങ്ങളും ടാങ്കുകളും ഉപയോഗിച്ചുകൊണ്ട് കൂറ്റൻ ആക്രമണം നടത്തിയതായും കെട്ടിടങ്ങൾ തവിടുപൊടിയായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് വലിയ രീതിയിലുള്ള പുകയും തീഗോളങ്ങളും അവിടെ ഉയർന്നു എന്നതാണ്. എന്നാൽ ഇവിടെ ആളപായമൊന്നുമില്ല എന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷം ഇസ്രായേൽ സേന അവിടെ നിന്നും പിൻവാങ്ങിയെങ്കിൽ പോലും ഹമാസ് തീവ്രവാദികൾ അവിടെ ഒളിഞ്ഞിരുന്നു കൊണ്ട് സൈന്യത്തിന് നേരെ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ മെനയുകയാണ്. അവർ മറ്റു യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതുപോലെ തന്നെ മോട്ടോറുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സായുധധാരികളായ പോരാളികളുടെ ഒരു സെൽ തകർക്കുകയും ഒരാൾ അതിൽ കൊല്ലപ്പെട്ടതായ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഗാസ നഗരത്തിൽ പ്രവർത്തിക്കുന്ന സൈനികർക്കെതിരെ ഭീകരാക്രമണം നടത്താൻ സംഘം പദ്ധതിയിട്ടിരുന്നു എന്നതാണ് ഒരു IDF ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗാസ സിറ്റിയിലേക്ക് സൈനികർക്ക് നേരെ മോട്ടോർ ആക്രമണം നടത്തിയിരുന്ന ഒരു സെല്ലിലെ അതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മറ്റൊരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. അതിനൊന്നിൽ തന്നെ ഒരു സൈനികനെ നിസ്സാരമായി പരിക്കേൽക്കുകയും ഈ സൈനികനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ വിവരമറിയിച്ചതായും സൈന്യം വ്യക്തമാക്കുന്നു. മോട്ടോർ ആക്രമണം നടത്തിയ പ്രവർത്തകരെ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചു കൊണ്ട് കൊലപ്പെടുത്തിയതായും IDF വ്യക്തമാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ സംഭവത്തിൽ ഗാസ സിറ്റിയിൽ 98ാമത് ഡിവിഷൻ ഉപയോഗിക്കുന്ന എഞ്ചിനീയറിംഗ് വാഹനങ്ങൾക്ക് നേരെ ഹമാസ് പ്രവർത്തകർ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനൈഡുകൾ ഉപയോഗിച്ചതായും ആർക്കും പരിക്കേൽക്കാതെ തന്നെ രക്ഷപ്പെട്ടതായും സൈന്യം വ്യക്തമാക്കുന്നു. അതുപോലെ പ്രൊജക്ട് ടൈലുകൾ അവിടെ തൊടുത്തുവിട്ട കെട്ടിടത്തിൽ യുദ്ധവിമാനങ്ങൾ ഇടിച്ചതായും സൈന്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഗാസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം ശക്തമാകുമ്പോൾ ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ സമാധാന ചർച്ച ഇന്ന് നടക്കുമെന്നാണ് വ്യക്തമാവുന്നത്. ഈജിപ്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള മധ്യസ്ഥതയിലാണ് ചർച്ച നടക്കുന്നത്. ബന്ദികളുടെ കൈമാറ്റമാണ് ചർച്ചയുടെ പ്രധാന അജണ്ട. അതുപോലെ ഖാലിൽ അൽ ഹയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹമാസിനായി തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ട്രംപിന്റെ മരുമകനും ഈ കൂട്ടത്തിൽ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നതും അതിന്റെ വിവരങ്ങൾ അടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒന്നാം ഘട്ട ചർച്ച ഈ ആഴ്ച പൂർത്തിയാക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയുടെ ആകെ സമാധാനമാണ് ലക്ഷ്യമെന്നും ട്രംപ് വ്യക്തമാക്കിയതാണ്. സമാധാന കരാറിൽ തീരുമാനം വൈകുന്നത് പൊറുക്കില്ല എന്നും അതുപോലെ ബന്ദികളെ ഉടൻ തന്നെ മോചിപ്പിക്കണമെന്നും ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുമെന്ന് ഹമാസിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റത്തിനുള്ള അതിർത്തി രേഖ ഇസ്രായേൽ അംഗീകരിച്ചതായും ഇത് ഹമാസ് അംഗീകരിച്ചാൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് അറിയിക്കുകയും ചെയ്തതാണ്. ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഹമാസ് അറിയിച്ചെങ്കിൽ പോലും പൂർണ്ണമായും നിരായുധരാകുന്നതിന് ഉൾപ്പെടെയുള്ള പ്രധാന കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നത്. വെടിനിർത്തൽ, ബന്ദികളെ കൈമാറൽ, ഗാസയുടെ ഭരണത്തിൽ നിന്ന് ഹമാസിനെ ഒഴിവാക്കൽ എന്നിവയുൾപ്പെടെയാണ് ഈ ഒരു സമാധാന പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പാലസ്തീൻ രാഷ്ട്രം എന്ന ആ ഒരു ആശയത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിപ്പറയുകയാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.